കേന്ദ്ര സർക്കാർ CJP ചർച്ച പരാജയം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ CJP ഉറച്ചു നിന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. നാളെ ഉച്ചയ്ക്കുള്ളിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്ന് CJP പ്രഖ്യാപിച്ചു. പൊതുവിടത്തെ ചർച്ചയെന്ന ആവശ്യം അംഗീകരിച്ച് ദില്ലി VP ഹൌസിൽ വെച്ചാണ് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന നിലപാട് CJP ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കഴിയില്ല എന്ന് ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ നിലപാടെടുത്തതോടെ ചർച്ച പരാജയപ്പെട്ടു. हम लोगों ने JP नड्डा जी एंड उनके साथ जो मिनिस्टर जितेंद्र सिंह जी है उनके सामने हमारे जो 3 मेन डिमांड्स है वो रखे. धर्मेंद्र प्रधान जी का इस्तीफा जो नॉन नेगोशिएबल है. नंबर 2, 1 करोड़ का कॉम्पनसेशन जो फैमिलीज है जिनके बच्चे नीट एस्पिरेंट्स के सिस्टम के वजह से उन्होंने सुसाइड करके मर गए, उनके लिए 1 करोड़ का कॉम्पनसेशन. एंड नंबर 3, जो FIRs फाइल हुए हैं, हमारे जानकारी के हिसाब से 11 FIRs फाइल हुए हैं, उन 11 FIRs की कॉपी हमें दे एंड उनको विड्रॉ करें. कॉम्पनसेशन और FIR विड्रॉल और गारंटी का उस पर सरकार पॉजिटिव है. CJPയുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. उनकी मुख्यतः 3 डिमांड्स थी और 5 सुधार की दृष्टि से परीक्षा के लिए सुझाव थे. हमने उनको कहा कि हम कल आपके साथ दोपहर बाद मिलेंगे और फिर हम अपने जो आपको बताएंगे. നിലവിൽ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടെങ്കിലും ദില്ലി ജന്തർ മന്ദറിലെ CJP പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തു. വീണ്ടും ചർച്ച ചെയ്യാമെന്ന സർക്കാർ പ്രതികരണത്തിൽ CJPക്ക് പ്രതീക്ഷയില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സാധാരണക്കാരുമെല്ലാം സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട്. റീൽസ്ലാം പാത്ത ന്യൂസ്ലാം പാത്ത മനസ്സ് കേൾക്കില്ല. രാത്രിയോട് രാത്രി കിളമ്പി ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ വേസ്റ്റ് വൃത്തിയാക്കിയായിരുന്നു. I thought I could give my purpose. കഴിഞ്ഞ 12 വർഷമായിട്ട് മോദി നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവന്നൊരു സാധനമുണ്ട്. നീ മുസൽമാൻ, നീ ഹിന്ദു, നീ മുസൽമാൻ. അതല്ല ഇവിടെ. We all are just human beings. We all are just insane. We are just meat and fleshes. We are doing things in a way whatever way we can to people around us. മുബഷിർ P. അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ P. അക്ബർ, കേന്ദ്ര സർക്കാർ കടുപ്പിക്കുകയാണ്. ഒരു ഭാഗത്തെ ചർച്ച, മറുഭാഗത്ത് ശക്തമായി അടിച്ചമർത്താനുള്ള നീക്കം. ഇപ്പോഴും പ്രതിഷേധം അതേപോലെ തുടരുകയാണോ? കൂടുതൽ കരുത്താർജിക്കുകയാണോ CJP? കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടെങ്കിലും വരും ദിവസങ്ങളിലും ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന CJPയുടെ സമരം അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന് തന്നെ ഇന്നിപ്പോൾ CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ജില്ലാ തലങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കാൻ, പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് CJP നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൾപ്പെടെ കേരളത്തിലുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ നഗരങ്ങളിൽ നാം കണ്ടതാണ്. സ്വാഭാവികമായിട്ടും CJPയുടെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും യുവത പ്രതിഷേധത്തിന് ഇറങ്ങുമെന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി മാത്രമാണ് പരിഹാരം എന്നുള്ളത് CJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. നാളെ JP നദ്ദയുടെ നേതൃത്വത്തിൽ വീണ്ടും ചർച്ച നടത്താനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ വലിയ പ്രതീക്ഷ CJP നേതൃത്വത്തെ സംബന്ധിച്ചും വിശേഷിച്ചും ഇന്ന് നടന്ന ചർച്ചയിൽ അവരുടെ ആവശ്യം വീണ്ടും അവർ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭാഗികമായിട്ട് അവരുടെ സമരം വിജയിച്ചു എന്ന കണക്കുകൂട്ടൽ അവരെ സംബന്ധിച്ചിട്ടുണ്ട്. 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കരുത്, നീറ്റ് പരീക്ഷയെ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചവരുടെ സമര വിജയമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. അതിനുവേണ്ടി സമരം തുടരുമെന്ന് CJP വീണ്ടും ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡോക്ടർ കുമാർ. താങ്ക് യു. മുബഷിർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.